വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ സെൽ സൈക്കിൾ വീഡിയോ സീരീസിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ സെൽ സൈക്കിൾ അതെങ്ങനെ നടക്കുന്നു, ദ പ്രോസസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. +2+1 അതിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ സെൽ സൈക്കിൾ എന്താണ് എന്നുള്ളത് അറിയണം, അതിന്റെ റെഗുലേഷൻ, ഫേസസ് എല്ലാം വ്യക്തമായിട്ട് നമുക്കറിയാം. സോ നമ്മൾ ഈ വീഡിയോയിൽ സെൽ സൈക്കിൾ എന്താണ്, സെൽ സൈക്കിളിന്റെ ഇവന്റ്സ് എന്തൊക്കെയാണ്, ദ ഫേസസ് ഏതൊക്കെയാണ്, അത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി സെല്ലുകളുണ്ട്. എത്രയുണ്ട്? ഒരു 10⁻14 സെൽസ് എന്നാണ് നമ്മൾ പറയാം. പക്ഷെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഒറ്റ ഒരു സെല്ലായിരുന്നു, അല്ലെ? ഒറ്റ ഒരു സെല്ലായിരുന്നു. പിന്നീട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഉണ്ടായതാണ് ഇന്നത്തെ ഘട്ടത്തിൽ നമ്മൾ. സോ ഒരു പാരന്റ് സെൽ ഡിവൈഡ് ചെയ്തിട്ട് 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ സെൽസ് ആവും. ഐഡന്റിക്കൽ മീൻസ് ഐഡന്റിക്കൽ ഇൻ എവറി സെൻസ്. മനുഷ്യനിലുള്ള ഏകദേശം ഇതേപോലെ തന്നെയാണ് ബാക്ടീരിയ ഒക്കെ ഡിവൈഡ് ചെയ്യുക. ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു കോളനി ആയിട്ടായിരിക്കും മാറുക. സോ ഇത് നടക്കണമെങ്കിൽ ചില മെക്കാനിസംസ് ഉണ്ട്, ചില ഫേസസ് ഉണ്ട്. ആൻഡ് ദീസ് ഓൾ ആർ റിഗറസ്ലി കൺട്രോൾഡ് ആണ്, ടൈറ്റ്ലി റെഗുലേറ്റഡ് ആണ്, ആൻഡ് ഇൻട്രിക്കേറ്റ്ലി കോർഡിനേറ്റഡ് സ്റ്റേജസ് ആൻഡ് ഇവന്റ്സ് ആണ് ഈ നടക്കുക. മെഷീനറി ആസ് എ ഹോൾ ആയിട്ടാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുക, അത് വർക്ക് ചെയ്യുക. നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സെൽ സൈക്കിൾ എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓർഡേർഡ് എന്ന് വെച്ചാൽ ഒരു ക്രമമുണ്ട്, വായി തോന്നിയ പോലെ അല്ല. സീക്വൻഷ്യൽ സീരീസ് ഓഫ് ഫേസസ് ആണ്, സീക്വൻഷ്യൽ സീരീസ് ഓഫ് ഇവന്റ്സ് ഓർ ഫേസസ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അടുത്ത് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ വരിക. ആൻഡ് അതിന്റെ ഫൈനൽ റിസൾട്ട് വിച്ച് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് 2 ഡോട്ടർ സെൽസ്, 2 ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നതാണ്. So it's an ordered sequential series of phases which results in identical daughter cells, 2 identical daughter cells. അല്ലെങ്കിൽ cell cycle is a series of phases where the cell undergoes division to produce 2 identical daughter cells. ഇതാണ് ഒരു ഡെഫിനിഷൻ. പിന്നെ നമുക്ക് എന്റെ സ്റ്റേജസിനെ കുറിച്ച് പറയാം. സ്റ്റേജസ് നമുക്ക് ആദ്യം 2 സ്റ്റേജ് ആക്കാം. ശരിക്കും സെല്ല് ഡിവൈഡ് ചെയ്യുന്ന ആ ഘട്ടം ഉണ്ടല്ലോ, ശരിക്കും യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊരു സെല്ലാണെങ്കിൽ ഇതിന്റെ ന്യൂക്ലിയസും ഇത് രണ്ടും ഡിവൈഡ് ചെയ്യണം. ന്യൂക്ലിയസും സൈറ്റോപ്ലാസും രണ്ടും ഡിവൈഡ് ചെയ്യുന്ന ഘട്ടം, അതാണ് മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയുന്നത്. മൈറ്റോട്ടിക് ഫേസ് എന്നാണ് ഇതിന് പറയുന്നത്. സോ 6 മാസം പഠിച്ചിട്ടാണ് അല്ലെങ്കിൽ 1 വർഷം പഠിച്ചിട്ടാണ് നമ്മൾ ഫൈനൽ പരീക്ഷ എഴുതുക. ഫൈനൽ പരീക്ഷയാണ് മൈറ്റോട്ടിക് ഫേസ്. പക്ഷേ ഈ 6 മാസത്തെ ഈ പഠനമുണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഇന്റർഫേസ്. അതാണ് ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡിവൈഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന ഘട്ടമാണ്. ഇതാണ് നമ്മുടെ 95% സമയവും. ഇത് വെറും 5% മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഡിവൈഡ് ചെയ്തത് 1 ആസ് മൈറ്റോട്ടിക് ഫേസ് ആൻഡ് 2 ആസ് ഇന്റർഫേസ്. അപ്പൊ നമ്മളൊന്നും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ സാറിന് ഇങ്ങനെ വരയ്ക്കുക. സെൽ സൈക്കിൾ 5% എന്ന് പറയുമ്പോൾ ഇത്രയും വരുമായിരിക്കും. ദിസ് ഇസ് ദ മൈറ്റോട്ടിക് ഫേസ്. ബാക്കി മൊത്തം ഇന്റർഫേസ് ആണ്. ആൻഡ് നമുക്ക് ഈ ഇന്റർഫേസിനെ വീണ്ടും പല ഘട്ടം ആക്കണം. കാരണം ഇത് ഒരേപോലെ അല്ല ഈ പരിപാടിയൊക്കെ നടക്കും. സോ വിവിധ ഘട്ടങ്ങൾ ചേർന്നാണ്. സോ നമുക്ക് ആദ്യം അതിനെ നമുക്ക് ഇവിടം വരെ നമുക്ക് G1 ഫേസ് ആക്കാം. G1 ഫേസ്, ഗ്യാപ്പ് 1 ഫേസ്. പിന്നീട് നമുക്ക് S ഫേസ് ആക്കാം. അടുത്ത ഘട്ടം സിന്തറ്റിക് ഫേസ് എന്ന് പറയും. G2 ഫേസ്, ഗ്യാപ്പ് 2 ഫേസ്. അങ്ങനെ നമുക്ക് 3 സംഭവം ആക്കാം. അപ്പൊ നമ്മളത് ഒരു 24 മണിക്കൂറായിട്ട് കൂട്ടുകയാണെന്ന് വിചാരിക്കാം. എല്ലാ സെല്ലും 24 മണിക്കൂർ കൃത്യമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നതല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിച്ചു കളയരുത്. ഞാൻ ജസ്റ്റ് അനലോജി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 24 അവേഴ്സിൽ ഇത് വെറും 1 മണിക്കൂർ നേരത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. 11 മണിക്കൂറും ഇവിടെ കിടന്നാണ് അധ്വാനിച്ചുകൊണ്ടിരിക്കുക. പിന്നെയുള്ള 8 മണിക്കൂർ ഇവിടെ S ഫേസിലാണ്. ബാക്കിയുള്ള 4 മണിക്കൂറാണ് G2 ഫേസിൽ അധ്വാനിക്കുക. സോ റഫ് പെർസെന്റേജ് കണക്ക് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി കാണും. അപ്പൊ നമുക്ക് ആദ്യം G1 ഫേസ് വെച്ച് തുടങ്ങാം. G1 ഫേസ്, ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് വന്നു, അത് അതിന്റെ മൈറ്റോട്ടിക് ഫേസ് കഴിഞ്ഞു. നമ്മളൊന്ന് വരയ്ക്കുകയാണ്. മൈറ്റോട്ടിക് സെൽ ഫേസ് കഴിഞ്ഞു വന്നാൽ പിന്നെ നേരെ വന്ന് ചാടുന്നത് G1 ഫേസിലേക്കാണ്. സോ ഈ വരുന്ന എല്ലാ സെല്ലും G1, പിന്നെ S, G2, ഇങ്ങനെ മൈറ്റോസിസ് അങ്ങനെ ഒന്നും പോകണം നിർബന്ധമൊന്നുമില്ല. ചിലർ എന്ത് ചെയ്യും, ഈ ഘട്ടത്തിൽ തന്നെ ജീവിതകാലം മുഴുവൻ എനിക്കിനി വയ്യ, ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ഡിവൈഡ്. മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, പക്ഷെ ഡിവിഷൻ ഇല്ല, ഡിവൈഡ് ചെയ്യില്ല. സോ അങ്ങനെ പോകുന്ന സെൽസ്, അതിനെയാണ് ആ സെല്ലുകൾ ഉള്ള ആ ഭാഗം നമുക്ക് G0 ഫേസ് എന്നാണ് പറയാ, അല്ലെങ്കിൽ ക്വയസന്റ് ഫേസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫേസ്, ക്വയസന്റ് ഫേസ്. സോ ശരീരത്തിലെ പെർമനന്റ് സെൽസ് ഓർ സ്റ്റേബിൾ സെൽസ്, പെർമനന്റ് ഓർ സ്റ്റേബിൾ സെൽസ് ഏതൊക്കെയാണ്? ന്യൂറോൺസ്, അങ്ങനെയുള്ളതാണ്. കാർഡിയോമയോസൈറ്റ്, ഹൃദയത്തിലെ സ്കെലിറ്റൽ മസിൽസ്, ഇങ്ങനെയുള്ള സെല്ലുകളൊക്കെ ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അപ്പടി തുടരും, പിന്നെ പുതിയതില്ല. ബ്രെയിനിലും ഹൃദയത്തിനൊക്കെ ഡാമേജ് വന്നതാണ് പ്രശ്നം, പുതിയതില്ല. പക്ഷെ മറ്റു ചില സെൽസ് അങ്ങനെയല്ല, അവർക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ ഹേഫ്ലിക് ലിമിറ്റ് കഴിഞ്ഞിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ടീലോമിയർ പ്രശ്നങ്ങളാണ്. ആൻഡ് വേറെ കുറെ സെൽസ് ഉണ്ട്, ലബൈൽ സെൽസ്. ഓക്കെ, ഇവയ്ക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യും, ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരപ്പം ഡിവൈഡ് ചെയ്യും. ഉദാഹരണത്തില് സ്കിന്നിലുള്ള ഫൈബ്രോബ്ലാസ്റ്റ് സാധാരണ സമയത്തൊന്നും ഡിവൈഡ് ചെയ്യില്ല, പക്ഷെ ശരീരത്തിൽ ഒരു സ്കിന്നിൽ ഒരു മുറിവ് വന്നു എന്ത് ചെയ്യും, അപ്പൊ ഇവർ വേഗം ഡിവൈഡ് ചെയ്യും, ആ മുറിവ് ഇല്ലാതാക്കും. ആൻഡ് മറ്റു ചില സെൽസ് ഉണ്ട് ഇങ്ങനെയൊന്നും അല്ല, ദേ ആർ കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. ഉദാഹരണത്തില് GI എപ്പിത്തീലിയൽ സെൽ, റീപ്രൊഡക്റ്റീവ് സെൽസ്, ബോൺ മാരോ സെൽസ്. സോ ഇവയെല്ലാം എപ്പോഴും ദേ ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഡിവിഷൻ
എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ക്യാൻസർ വരാൻ ഇവിടെ ആർക്കാണ് ചാൻസ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടിക്ക് ചെയ്യാം. കാരണം ഇവരെപ്പോഴും ഡിവൈഡ് ചെയ്യാണ്, എപ്പോഴെങ്കിലും ഒരു തെറ്റ് പറ്റാം, അൺകൺട്രോൾഡ് ഡിവിഷൻ പ്രൊലിഫറേഷനിലേക്ക് പോകാം. സോ ഇങ്ങനെയുള്ള സെൽസ് എല്ലാമാണ് G0 ഫേസിൽ വരിക. ഇവർ G0 അല്ല, ഇവർ ഇങ്ങോട്ടേക്ക് പോകും, അടുത്ത ഫേസിലേക്ക് പോകും. സോ ഇൻ G1 phase only cells which are committed to divide, they have to undergo the growth process. വളർന്നാലേ അവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യം വളരണം, എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്തായിരിക്കും ഇവിടെ നടക്കുക? വളർച്ചയാണ്. വളർച്ചയ്ക്ക് എന്ത് വേണം? പ്രോട്ടീൻ സിന്തസിസ് എല്ലാം വളരെയധികം വർദ്ധിക്കണം. ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA ഉണ്ടാക്കണം, ദെൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കണം, അല്ലേ? ബിക്കോസ് സെല്ലിനകത്തുള്ള സംഭവങ്ങൾ ഇത് ന്യൂക്ലിയസ് ആണ്, ബാക്കി സംഭവങ്ങളെല്ലാം പ്രോട്ടീൻ ആയിരിക്കും അധികവും. സോ ഇത് വെച്ചിട്ട് വേണം സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ. എവറി പ്രോട്ടീൻ ഹാസ് ടു ബി ഡബിൾഡ്. ഓരോ ഓർഗനല്ലെയും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇതിപ്പോൾ മൈറ്റോകോൺട്രിയ ആണെങ്കിൽ ഇത് വേറെ ഉണ്ടാക്കണം, ഗോൾജി ബോഡീസ് വേറെ ഉണ്ടാക്കണം, എല്ലാം വേറെ ഉണ്ടാക്കണം. ഭാവിയിൽ ഇതിനകത്തുള്ള DNA ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ന്യൂക്ലിയോടൈഡ്സ് വേറെ ഉണ്ടാക്കണം, അതിനുവേണ്ടിയുള്ള എൻസൈംസ് റെഡിയാക്കാനുള്ള കരുതലുണ്ടായിരിക്കണം, അതിനുവേണ്ടിയുള്ള പ്രോട്ടീൻസ് എല്ലാം റെഡിയാക്കണം. സോ ദിസ് ഫേസ് ഈസ് ദ പ്രിപ്പറേറ്ററി ഫേസ് ആണ്. പ്രിപ്പറേറ്റീവ് ഫേസ് എന്ന് എഴുതാം. പ്രിപ്പറേറ്ററി ഓർ പ്രിപ്പറേറ്റീവ് ഫേസ് ഫോർ വാട്ട്? ഫോർ DNA ഡിവിഷൻ. അടുത്ത DNA ഡിവിഷനിലേക്ക്, സെൽ ഡിവിഷനിലെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ DNA ഡിവിഷനിലേക്ക് സെല്ലിനെ പാകപ്പെടുത്തുക, അതിനു വേണ്ടി റെഡിയാക്കുക. സോ വീട്ടിലൊരു ചടങ്ങുണ്ടെങ്കിൽ അതിനുവേണ്ടി സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്ന ആ ഫേസ് ആണ് G1 ഫേസ് എന്ന് പറയുന്നത്. സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലുള്ള എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത് കിടക്കുന്ന DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ വേണ്ട. അതൊഴിച്ച് അതിനകത്ത് DNAയും ന്യൂക്ലിയസും ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. സോ ഡിപ്ലോയിഡ് സെല്ലാണെങ്കിൽ, സാധാരണ ഡിപ്ലോയിഡ് സെല്ലാണല്ലോ ഡിവൈഡ് ചെയ്യുക. മൈറ്റോസിസ് നടക്കുന്നത് ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽസിലാണെന്നാണല്ലോ നമ്മൾ പറയാം. സോ ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽസിലാണെങ്കിൽ 2N അത് അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യും. നോ ചേഞ്ച് ഹിയർ. 23 + 23 ഇങ്ങനെയുള്ള ക്രോമാറ്റിൻ ആയിട്ടായിരിക്കും നിലനിർത്തുക. സോ ഇവിടെയുള്ള DNA ഇപ്പോൾ യൂക്രോമാറ്റിൻ സ്റ്റേജിലായിരിക്കും. കാരണം നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ DNA ചെന്നിട്ട് അസസ് ചെയ്യണം. അസസ് ചെയ്തിട്ട് പ്രോട്ടീൻ കോഡ് എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. സോ അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കും. അപ്പോൾ ക്രോമസോമായിട്ട് കണ്ടൻസ്ഡ് അല്ല. ക്രോമസോം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ടൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ക്രോമസോം. ഇത് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും ക്രോമാറ്റിൻ സ്റ്റേജിലായിരിക്കും നിൽക്കുക. അപ്പോൾ ഗ്രോത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ സിമ്പിളായിട്ട് എഴുതാം. ഒരു ഉദാഹരണത്തിന് എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ ഇവിടെ ഒന്ന് പിടിപ്പിക്കുന്നു, EGF. അപ്പോൾ അതിന്റെ റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് അത് ഡൈമറൈസ് ചെയ്യുന്നു, അടിയിൽ സംഭവങ്ങൾ നടക്കുന്നു. ഇത് സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പാത്വേകളൊക്കെ ഉണ്ടല്ലോ, ഏതാണ്? റാസ്, മെക്, എർക്ക് പാത്വേ. ഇത് വഴി അവസാന ന്യൂക്ലിയസിൽ പോയിട്ട് സംഭവങ്ങൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ എഴുതാവുന്നത്, അത്യാവശ്യമൊന്നുമില്ല. സോ ഇത് EGF-ന് പകരം പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ ആകാം, അല്ലെങ്കിൽ ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ ആകാം, ഏത് വേണമെങ്കിലും ആകാം. സോ അങ്ങനെ ഗ്രോത്ത് ഫാക്ടർ. സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ. ഇനി ഇവിടെ റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പ്രോട്ടീൻ സിന്തസിസ് മാത്രമല്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഇപ്പോൾ DNA ഉണ്ടാക്കുന്ന നമ്മുടെ സംഭവങ്ങൾ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാക്കിയത് തെറ്റിയല്ല, അതെല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം തൈമിഡിൻ, ഡൈമേഴ്സ്, അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം റിപ്പയർ ഓപ്ഷന്. സോ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഇപ്പോൾ G1 ഫേസ് ഈസ് ഗ്രോത്ത് ഫേസ് ആണെന്നുള്ള കാര്യമാണ്. G ഫോർ ഗ്രോത്ത്. ഇറ്റ്സ് ദ ലോങ്ങസ്റ്റ് പീരീഡ് ആണ്. ഏറ്റവും കൂടുതൽ സെൽ സൈക്കിളിൽ സമയം എടുക്കുന്നത് ഈ ഫേസിലാണ്. സെൽ സ്പെൻഡ് മോർ ടൈം ഇൻ ദിസ് ഫേസ് നമ്മൾ പറഞ്ഞു G1 ഫേസിലാണ്. അപ്പോൾ സെല്ലിന് അടുത്ത ഫേസിലേക്ക് മൂവ് ചെയ്യാം. ഇത് G1 ഫേസ് ആണെങ്കിൽ അടുത്തത് S ഫേസ് ആണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ നേരത്തെ ഇവിടെ ഒരാൾ കൈ കാണിക്കും, മകനെ നിൽ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ, അല്ലേ? ദർ ആർ സർട്ടൺ ചെക്ക് പോയിന്റ്. സോ ഇതാണ് G1S ചെക്ക് പോയിന്റ് എന്ന് പറയും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. റെഗുലേഷൻ, ചെക്കിംഗ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ, കാരണം സമയം ഒരുപാട് ഇവിടെ വെറുതെ പോകും. ഇവിടുന്ന് അടുത്ത ചാട്ടം S ഫേസിലേക്കാണ്. സോ S ഫേസ് ഇവിടെ തന്നെ എഴുതാം, കുറച്ച് പറയാനുള്ളൂ. ആൻഡ് S ഫേസ് മീൻസ് DNA സ്ട്രാൻഡ്സിന്റെ കോപ്പി ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്തുള്ള DNAയുടെ സ്ട്രാൻഡ്സിന്റെ കോപ്പി ഉണ്ടാക്കുന്ന ഫേസ് ആണ്. അപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കുന്ന സ്ട്രാൻഡ് കോപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളതിനെ സിന്തറ്റിക് ഫേസ് ആണ്, പുതുതായിട്ട് ഉണ്ടാക്കി എടുക്കുകയാണല്ലോ, സിന്തറ്റിക് ഫേസ് എന്ന് വിളിക്കും. ആൻഡ് എസെൻഷ്യലി ഇത് DNA റെപ്ലിക്കേഷൻ ആണ്. സോ ദിസ് ഇസ് DNA റെപ്ലിക്കേഷൻ ആണ്. ഇത് നമ്മൾ വേറെ സ്ഥലത്ത് പഠിച്ചതാണ്, വേറെ വീഡിയോ ഉണ്ട്. സോ ഇവിടെ എന്തൊക്കെയായിരുന്നു പ്രോസസ്? ഇനീഷ്യേഷൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഇലോങ്ങേറ്റ് ചെയ്യും, ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെർമിനേറ്റ് ചെയ്യണം, അല്ലെ? ഈ പരിപാടികളെല്ലാം കൂടി നടക്കുന്ന, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന DNA റെപ്ലിക്കേഷന് പറഞ്ഞ എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. സോ ഈ ഫേസ് തീരുമ്പോൾ 23 പെയർ, ദാറ്റ് മീൻസ് 46 ക്രോമസോം DNA ഉണ്ടായിരിക്കും. ആൻഡ് ഡബിൾ ചെയ്ത DNAയുടെ അളവ് ഡബിൾ ആകും, അല്ലെ? DNAയുടെ അളവ് ഇപ്പോൾ ഡബിൾ ആയിട്ടുണ്ടാകും. പക്ഷേ ക്രോമസോം നമ്പർ വിൽ ബി ദ സെയിം ആയിരിക്കും. ആൻഡ് ക്രോമസോം അത്രയും ഹൈലി കണ്ടൻസ് സ്റ്റേറ്റിലല്ല ഉണ്ടാവുക. സെൻട്രോമിയർ ഒക്കെ സെയിം ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. ഓരോ ക്രോമസോമിനും 2 ക്രോമാറ്റിഡ്സ്. നമ്മൾ ക്രോമാറ്റിഡ്സ് ഞാൻ വരയ്ക്കുമ്പോൾ ശരിയാവില്ല ഒരിക്കലും, എന്നാലും ഇങ്ങനെ വരയ്ക്കാം. സോ ഇങ്ങനെ ആയിരിക്കും. അനന്തരം സെൽസ് തന്റെ G2 ഫേസിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. സോ G2 നമുക്ക് ഒരുപാട് നേരം സെൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കധികം എഴുതാനില്ല, ഭാഗ്യം. സോ ഇവിടെ സെൽസ് വളരെ
വളരുകയാണ് മക്കളെ, കുറച്ചും കൂടിയൊക്കെ ഒന്ന് വളരും. സെൽസ് ഗ്രൂ ഇൻ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് റീഓർഗനൈസ് ചെയ്യും. ഈ സൈറ്റോപ്ലാസ്റ്റിക് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് റീഓർഗനൈസേഷൻ നടത്തുന്ന സംഭവമായിരിക്കും ഇവിടെ പ്രധാനമായിട്ടും നടക്കുക. കണ്ടൻസ് എല്ലാം റീഓർഗനൈസേഷൻ നടത്തും. ക്യാൻസർ സെല്ലിന് ഈ G2 ഫേസിനെ ഒന്ന് മറികടക്കാനുള്ള അല്ലെങ്കിൽ ബൈപാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ ഉള്ള DNA ഒക്കെ ഒന്നുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് കൊണ്ടിരിക്കുന്ന ഫേസ് ആണ് G2 ഫേസ്. അപ്പൊ സെൽ ലാസ്റ്റ് ഫേസിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് ഫേസ് ഈസ് മൈറ്റോട്ടിക് ഫേസിലേക്കാണ് സെൽ കടക്കുക. സെല്ലിലേക്ക് കടന്നാൽ, ഈ ഫേസിലേക്ക് കടന്നാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. ഒന്നുകിൽ ചാവുക അല്ലെ, അല്ലെങ്കിൽ മരണമാണ്. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ അപ്പോപ്റ്റോസിസ് ആണ്. ഇടയ്ക്ക് വെച്ചേക്കാൻ നിന്ന് പോയാൽ അപ്പോപ്റ്റോസിസ്, ഇല്ലെങ്കിൽ അവർ രണ്ടുപേരായിട്ട് സംതൃപ്തമായിട്ട് ജീവിക്കും. ഇതാണ് സംഭവിക്കുക. സോ ശരിക്കും സെൽ ഡിവൈഡ് ചെയ്യുന്ന ഫേസ് ആണ് ദിസ് മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയാം. സെൽ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരാണ് സെൽ ഡിവൈഡ് ചെയ്യാനായിട്ട്? ന്യൂക്ലിയസ് അല്ല, അതിനകത്തുള്ള സംഭവങ്ങൾ DNA കോപ്പി ചെയ്ത് വെച്ചാൽ, നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്ത് വെച്ച സംഭവങ്ങൾ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. ദെൻ സെല്ലിനകത്തുള്ളതും തുല്യമായിട്ട് എടുക്കണം. അല്ല ഒരാൾക്കും കൂടുതൽ കൊടുക്കാനോ കുറവ് കൊടുക്കാനോ ഒന്നും പറ്റും. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിന്റെ ഓർഗനലൈസ് എല്ലാം തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുക സൈറ്റോകൈനസിസ് എന്നാണ്. സൈറ്റോകൈനസിസ് എന്നാണ് നമ്മൾ ഇതിന് വിളിക്കുക. സോ മൈറ്റോസിസ് ഇൻക്ലൂഡ് സൈറ്റോകൈനസിസും കൂടി ഉൾപ്പെട്ടതാണ്. സോ ഇതാണ് ഏറ്റവും അവസാനം നടക്കുന്ന സ്റ്റെപ്പ്. പക്ഷെ അതിനു മുമ്പ് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കണം. ഇതാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇവിടെ. സോ ഇത് നമ്മൾ 4 ഫേസ് ആയിട്ടാണ് പറയാ. നമ്മൾ പറയാ ഒന്ന് പ്രോ ഫേസ്, രണ്ടാമത്തെ മെറ്റാ ഫേസ്, മൂന്നാമത്തത് അന ഫേസ് ആൻഡ് നാലാമത്തത് ടീലോ ഫേസ്. സോ ഇങ്ങനെ 4 ഫേസ് ആണ്, പ്രോ, മെറ്റാ, അന, ടീലോ. സോ ഇങ്ങനെ 4 പ്രധാനപ്പെട്ട മേജർ ഫേസ് ആണ് ന്യൂക്ലിയർ ഡിവിഷന് നമ്മൾ പറയാ. ദെൻ അവസാനത്തെ ഇതിനകത്തുള്ള സൈറ്റോകൈനസിസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് പറയാം. മൈറ്റോട്ടിക് ഫേസ് ഈസ് ദ മോസ്റ്റ് ഡ്രമാറ്റിക് ഫേസ്. കാര്യം ശരിയാണ്, മോസ്റ്റ് ഡ്രമാറ്റിക് ഫേസ് ഓഫ് സെൽ സൈക്കിൾ ഈസ് മൈറ്റോട്ടിക് ഫേസ് ആണ്. സോ ഇതിൽ ആദ്യത്തെ ഫേസ് ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? പ്രോ ആണ്. പ്രോ ഫേസ് ആണ് ആദ്യത്തെ ഫേസ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് കണ്ടൻസേഷൻ ഓഫ് ക്രോമാറ്റിൻ. ക്രോമാറ്റിൻസ് കണ്ടൻസേറ്റ് ചെയ്യുന്നു. കണ്ടൻസ് ചെയ്തിട്ട് എന്താകുന്നു? ക്രോമാറ്റിഡ് ആയിട്ട് മാറില്ല. ക്രോമാറ്റിഡ് ആയിട്ട് മാറുന്നതിനാണ് കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ ചെറുതാവുക എന്നുള്ളതാണ് അർത്ഥം. ക്രോമസോമൽ കണ്ടൻസേഷൻ എന്നാണ് ഇതിന് നമ്മൾ വിളിക്കുക. സോ പുതിയതായിട്ടുണ്ടായി കഴിഞ്ഞ ഇതാണ് അതിനകത്തെ സംഭവമെങ്കിൽ, ഇത് സംഭവമാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. പുതിയതായിട്ടുണ്ടായ ക്രോമസോംസ് ബിക്കംസ് അൺടാങ്കിൾഡ് ആണ്. സോ അത് ഇവിടെ ന്യൂക്ലിയസിൽ നിന്ന് ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറ്റണം. ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറ്റണമെങ്കിൽ ഇത് വീണ്ടും ന്യൂക്ലിയസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആക്കേണ്ടത്? ഇങ്ങനെ ചുറ്റിക്കൂട്ടി ഇങ്ങനെ വെക്കണം. അടുത്തത് അതിൻ്റെ തന്നെ സംഭവം ഇവിടെ അടുത്തവൻ്റെ ഇങ്ങനെ ചുറ്റിക്കൂട്ടി ഇങ്ങനെ വെക്കണം. ആൻഡ് ഇവ തമ്മിൽ ദർ ആർ സം പ്രോട്ടീൻസ് കോൾഡ് ആസ് കൊഹസിൻസ് എന്ന് പറയുന്ന ചില പ്രോട്ടീൻസ് കൂടി ചേർന്നിരിപ്പുണ്ടാകും. ആൻഡ് അതിപ്പോൾ ഒന്ന് അലിയിച്ച് കളയണം. അത് കുറേ ഇപ്പോൾ ഇങ്ങനെ ക്രോസിൻസ് ഇങ്ങനെ ഇരിക്കുന്ന സംഭവങ്ങൾ അത് കുറേയൊക്കെ തട്ടിക്കളയും, ഡിസോൾവ് ചെയ്ത് പോകും. എക്സെപ്റ്റ് അറ്റ് വൺ റീജിയൻ, ഒരു സ്ഥലത്ത് മാത്രം അത് പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത് സെൽ ഞാൻ വരയ്ക്കുന്നില്ല, സെൽ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ മാത്രം അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. സോ ഈ ഭാഗത്തെ നമ്മൾ സാധാരണ സെൻട്രോമിയർ എന്നാണ് വിളിക്കുക. ബട്ട് നമ്മൾ ഇവിടെ വേറെ ആൾക്കാർക്ക് പല പ്രോട്ടീനും ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാനുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടത്തെ വെച്ചിട്ട് അതിനെ നമ്മൾ കൈനറ്റോകോർ എന്നാണ് വിളിക്കുക. കൈനറ്റോകോർ ഇവിടെ മാത്രം കോസിൻസ് കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് പ്രോട്ടീൻസ് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കും. സോ നമുക്കപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക. സോ ഇതാണ് ക്രോമാറ്റിഡ്സ്. സോ രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറിയിട്ട് ഇരിപ്പുണ്ടാവും. നടുവിൽ എന്തുണ്ട്? ഒരു കൈനറ്റോകോർ ഉണ്ട്. ഇങ്ങനെ ശുദ്ധമായ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടായി വരുന്ന ഈ പ്രോസസ്സിനെ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് പറഞ്ഞ് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോമോസോമൽ റെസല്യൂഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. വലിയ ബുക്കുകളിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് വിട്ടുകളാം. ഓക്കെ. മീനവിയൽ സെല്ലിന്റെ മറ്റൊരു ഭാഗത്ത് നേരത്തെ G1 ഫേസിൽ ഉണ്ടായിട്ടുള്ള സെൻട്രോസോംസ്, 2 സെൻട്രോസോം ഉണ്ട് ഇപ്പോൾ അല്ലെ. എല്ലാം ഓർഗനലൈസ് എല്ലാം ഡിവൈഡ് ചെയ്തിരുന്നു. ഇവര് സെപ്പറേറ്റ് ചെയ്ത ആൾക്കാർ സെല്ലിന്റെ 2 ഭാഗത്തേക്കായിട്ട് പതിയെ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഒരാൾ ഇങ്ങോട്ടേക്കും ഒരാൾ ഇങ്ങോട്ടേക്കും പതിയെ സെപ്പറേറ്റ് ചെയ്ത് മൂവ് ചെയ്യുകയാണ്. പോളിലേക്ക് മൂവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. 2 പോളിലേക്കാണ് പോവുക. ആൻഡ് ഇതിൽ നിന്ന് ചെറിയ രീതിയിലുള്ള മൈക്രോ ട്യൂബ്യൂൾസ് ഇങ്ങനെ ഉയർന്നു വരാനും തുടങ്ങും. മൈക്രോ ട്യൂബ്യൂൾസ് ഇങ്ങനെ വരുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചെറുതായിട്ട് ഈ ന്യൂക്ലിയർ എൻവലപ്പ് ഒന്ന് ഡിസിന്റഗ്രേറ്റ് ചെയ്താലോ ഇതൊക്കെ കുത്തിക്കയറുന്നുണ്ട്. സോ അങ്ങനെയും കൂടിയുള്ള ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഇതാണ് 3ാമത്തെ പരിപാടി എന്ന് വെച്ചാൽ ഹയർ യൂക്കാരിയോട്സിൽ ഈ പ്രോ ഫേസ് തീരുമ്പോഴേക്ക് ന്യൂക്ലിയർ എൻവലപ്പ് ചുറ്റുമുള്ള ഇതാണ് ന്യൂക്ലിയർ എൻവലപ്പ്. ഇതാണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. അത് പതിയെ മൈക്രോട്യൂബ്യൂൾസിന്റെ കുത്തൊക്കെ കൊണ്ട് പതിയെ അല്ലെങ്കിൽ മറ്റു പല റീസൺസ് കൊണ്ട് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഒക്കെ കൊണ്ടിട്ട് പതിയെ ഡിസിന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും. സോ ന്യൂക്ലിയർ എൻവലപ്പ് ഏതാണ്ട് ഇല്ലാതാവുകയും കൂടി ചെയ്യുന്നുണ്ട്. സോ തേർഡ് തിങ് ഹാപ്പനിങ് ഈസ് ന്യൂക്ലിയർ
ന്യൂക്ലിയർ എൻവലപ്പ് ഡിസിൻറ്റഗ്രേഷൻ കൂടി നടക്കുന്നു. ആൻഡ് ഈ രണ്ട് പെയർ സെൻട്രോസോംസ് ആണിത്. സെൻട്രിയോൾസിന്റെ ഡെവലപ്പ് ഫോം ആണ് സെൻട്രോസോംസ്. ഇതും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദി സ്പിൻഡിൽ ഫൈബേഴ്സ് അല്ലെ മൈക്രോട്യൂബ്യൂൾസ് കണ്ടെയ്നിങ് സെൻട്രോസോംസ്. സോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്നും വിളിക്കാറുണ്ട്. മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്ന് പല ബുക്കുകളിലും ഇതിനെ വിളിക്കുന്നുണ്ട്. സോ സ്പിൻഡിലിന്റെ ചെറിയ ഫ്രാഗ്മെന്റ്സ്, ഇവിടെയുള്ള ചെറിയ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ആസ്റ്റർ ഫ്രാഗ്മെന്റ്സ് എന്നാണ് വിളിക്കുക. ആസ്റ്റർ ഫ്രാഗ്മെന്റ്സ്. സോ അതാണ് ഈ ഇവിടെ വന്ന് കുത്തിക്കൊണ്ടിട്ട് ഇത് പൊട്ടാനുള്ള ഒരു കാരണം. അപ്പൊ പ്രൊഫേസ് കഴിഞ്ഞു. അപ്പൊ ഇനി മെറ്റാഫേസ് തുടങ്ങിയിട്ടുമില്ല. ഇതിന് രണ്ടിനും ഇടയിലുള്ള ചെറിയ ഒരു ടൈമിനെയാണ് നമ്മൾ പ്രോ മെറ്റാഫേസ് എന്ന് വിളിക്കുന്നത്. പ്രോ മെറ്റാഫേസ് ആണ് ഇതിനിടയിലുള്ള സമയം എന്ന് പറയും. സോ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് മൈക്രോട്യൂബ്യൂൾസ് ഫ്രം ദ മൈറ്റോട്ടിക് സ്പിൻഡിൽ, ഇവിടെ നിന്ന് സംഭവം ഇവിടെ ഇരിക്കുകയാണ്, അതിൽ നിന്ന് ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങോട്ട് വരികയാണല്ലോ. മൈറ്റോട്ടിക് സ്പിൻഡിൽ അത് ഇപ്പുറത്തുണ്ടല്ലോ, ഇങ്ങോട്ട് വരുന്നോണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇരിക്കുന്ന, നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുക? കൈനറ്റോകോർ എന്നാണ് വിളിക്കുക. കൈനറ്റോകോറിൽ വന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കൈനറ്റോകോറിൽ വന്ന് ഇവിടെ നിന്നും ഈ സൈഡിൽ നിന്നുള്ളത് ഈ സൈഡിലും, ഈ സൈഡിൽ നിന്നുള്ള ഈ സൈഡിലും, ബിക്കോസ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് ഇവിടെ ഇരിക്കുക. സോ രണ്ട് സൈഡിൽ നിന്നും ഈ സംഭവം വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമുക്ക് ക്രോമോസോമൽ ക്യാപ്ചർ എന്ന് നമുക്ക് വിളിക്കാം. ക്രോമോസോമൽ ക്യാപ്ചർ. സോ അപ്പോഴത്തേക്കും ഈ പരിപാടി ആകുമ്പോഴത്തേക്കും ദിസ് എൻഡ് ആൻഡ് പുതിയ ഫേസ് മെറ്റാഫേസ് അപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇത്തിരി ഒരു സമയം പിടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒന്നും കൂടി വലുതായിട്ട് വരയ്ക്കാം. ഇതിങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കുക. ഇതാണ് കൈനറ്റോകോറാണ്. കൈനറ്റോകോറിൽ നമുക്കറിയാം കൊഹസിൻസ് എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഇവിടെയൊക്കെ കൊഹസിൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഡിസോൾവ് ചെയ്തിട്ട് കുറേയൊക്കെ കൊഹസിൻ മാറ്റിയിട്ട് വേറെ മറ്റത് എന്താ പറയുക കണ്ടൻസിൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷേ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുക്കണം, ഇതിനൊന്നുകൂടെ ഒട്ടിച്ചേരണം. അപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് ചില പ്രോട്ടീൻസ് ഒക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണം സെപ്പറേസ് എന്ന് പറയുന്ന ചില പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വരാനായിട്ട് അത് ഇനാക്ടിവേറ്റഡ് ആയിരിക്കും. അതിനെ ആക്ടിവേറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് ഒരു ചെറിയ ലാഗ് ഉണ്ട്. സോ അതൊന്നും ഇവിടെ പിടിച്ചിട്ടായിരിക്കും ഇവനെ ഒന്ന് ഇളക്കി വിടുക. അപ്പോൾ നമ്മൾ മെറ്റാഫേസിലേക്ക് എത്തിക്കഴിഞ്ഞു. മെറ്റാഫേസിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സെൽ വീണ്ടും ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. സെൽ ഇവിടെ ഈ ഒരു പോളിൽ ഒരു സെൻട്രോസോം, ഇത് സെൻട്രോസോം 1, ഇത് സെൻട്രോസോം 2, രണ്ടും രണ്ട് പോളിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ടാകും. സോ ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. രണ്ട് സെൻട്രോസോംസ് ഓൺ ഓപ്പോസിറ്റ് പോളാണ് ഫസ്റ്റ് തിങ്. ആൻഡ് അതിൽ നിന്ന് മൈറ്റോട്ടിക് സ്പിൻഡിലെല്ലാം ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുണ്ടാകും. ഓക്കെ, എല്ലാ ക്രോമസോമിന്റെ ഇപ്പൊ രണ്ടെണ്ണം ഞാൻ വരയ്ക്കാം, മൂന്നെണ്ണം ഞാൻ വരയ്ക്കാം. ഇതൊന്നും വീട്ടിൽ വരച്ചൊന്നും ശരിയാവില്ല. ഓക്കെ, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൈനറ്റോകോർ വരയ്ക്കാൻ വിട്ടുപോയി. കൈനറ്റോകോർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് വശത്തും ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് രണ്ട് വശത്തും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്പിൻഡിൽസ് ഇതിന്റെ രണ്ട് വശത്തായിട്ടും ഒട്ടിച്ചേർന്നിട്ടുണ്ടാകും. സോ സെൻട്രോസോംസ് രണ്ട് വശത്തുണ്ട്, അതിന്റെ സ്പിൻഡിൽസ് കൈനറ്റോക്രോമിൽ എല്ലാ ക്രോമസോമിലും ഒട്ടിച്ചേർന്നു. ഓക്കെ, അപ്പൊ ഇത് നടുവിലെത്തി. ആൻഡ് ഇത് അറേഞ്ച് ചെയ്യുന്ന വെച്ചാൽ ഈ വലിയ ക്രോമസോംസ് പെരിഫറിയിലും ചെറുത് നടുവിലുമൊക്കെ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക. ആൻഡ് രണ്ട് സെൻട്രോസോമിന്റെയും ഒത്ത നടുവിലാണിത്, കൃത്യം നടുവിലായിട്ടാണ് ഇത് നിലയുറപ്പിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ അതിനെ ലൈനപ്പ് ചെയ്യുക എന്നാണ് പറയുക. സോ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ കറക്റ്റ് നടുവിൽ ഇങ്ങനെ ഇക്വറ്റോറിയൽ പ്ലേറ്റ് ഓർ അതിന് നമുക്ക് മെറ്റാഫേസ് പ്ലേറ്റ് എന്നും പറയാറ്. മെറ്റാഫേസ് പ്ലേറ്റ് ഓർ ശരിക്കും ഇക്വറ്റോറിയൽ പ്ലേറ്റിൽ നിലയുറപ്പിച്ചിട്ടുണ്ടാകും. സോ ക്രോമാറ്റിഡ്സ് 46 ഉണ്ട്. വിൽ നൗ ലൈൻ അപ്പ്. എല്ലാം ഇങ്ങനെ വരച്ചു നോക്കുകയാണെങ്കിൽ 46 ഇങ്ങനെ ഇരിപ്പുണ്ടാവും കേട്ടോ. ഇങ്ങനെ അപ്പുറത്തൊക്കെ വരയ്ക്കുകയാണെങ്കിൽ 46. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അടുത്ത ഫേസ് ആയി, ദാറ്റ് ഈസ് അനാഫേസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അനാഫേസിൽ ഈ ക്രോമാറ്റിഡ്സ് ആർ ബീൻ പുൾഡ് അപ്പാർട്ട് ഫ്രം ബോത്ത് സൈഡ്സ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വലി, അത് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വലി. നമ്മളിവിടെ സെപ്പറേസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടും ഇങ്ങോട്ടേക്ക് വലിക്കും. ആൻഡ് ദിസ് മൈക്രോട്യൂബ്യൂൾസ് അപ്പോൾ ഇത് ചെറുതാവുകയാണ്. മൈക്രോട്യൂബ്യൂൾസ് ഗെറ്റ് ഷോർട്ടൻഡ് ബൈ സം മോട്ടോർ പ്രോട്ടീൻസ്. അതിനകത്ത് ചില കൈനസിൻസ്, ഡൈനാമിൻസ് എന്നൊക്കെ പറഞ്ഞ പല പ്രോട്ടീൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ കൊണ്ട് മോട്ടോർ പ്രോട്ടീൻസ് വഴി ഇത് ചെറുതാകുന്നു. സോ അപ്പോൾ എന്താ സംഭവിക്കുക? 46 പെയേഴ്സും സെപ്പറേറ്റഡ് ആകും. ഇപ്പോൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരണം, ഇങ്ങനെ ആവും. സോ ഇത് പോയി. ഓക്കെ, ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യും. സോ 2 സെപ്പറേറ്റ് 46 ഡോട്ടർ ക്രോമസോംസ് ആയി കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ഇതുപോലെ 46 ഉണ്ട് കേട്ടോ. ആൻഡ് മൈറ്റോട്ടിക് ആസ്റ്റർ. സോ ഇവിടെ ഉള്ളതിനെ ആസ്റ്റർ എന്നാണ് വിളിക്കുക. മൈറ്റോട്ടിക് ആസ്റ്റർ ഭാഗത്തേക്ക് രണ്ടിനെയും പുൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് അടുക്കും. ഈ സംഭവം ഇങ്ങോട്ടേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് വരും. സെൽസിന്റെ രണ്ട് പോൾസിലേക്കായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതാണ് അനഫേസിൽ നടക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ അടുത്ത ഫേസിലേക്ക് എത്തി. അതിന്റെ പേര് ടീലോ ഫേസ് എന്നാണ്. ടീലോ ഫേസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ പടത്തിൽ തന്നെ നമുക്ക് വരയ്ക്കാം. സോ എല്ലാ ഡോട്ടർ ക്രോമസോംസും ഇപ്പോൾ ഇവിടെ എത്തി എന്ന് കരുതുക. അത് ഇവിടെ എത്തി എന്ന് കരുതുക. വളരെ അടുത്തു. സോ എല്ലാം ഫില്ലായിട്ട് രണ്ട് ഭാഗത്തേക്ക് ഫുള്ളായിട്ട് പുൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. ആൻഡ് ദിസ് മൈറ്റോട്ടിക് പാരറ്റസ്, ഈ അപ്പാരറ്റസ് മൊത്തം ഇപ്പോൾ ബിഗിൻസ് ടു ഡിസപ്പിയർ. ഇത് കാണാതാകും, പതിയെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതാണ്
അതാണ് രണ്ടാമത്തെ കാര്യം. ഇത് പുൾ ചെയ്ത് അടുത്തായി, അതാണ് ഫസ്റ്റ്. രണ്ടാമത്തെ ഇത് ഡിസപ്പിയർ ചെയ്യുന്നു. ദെൻ അതിനൊപ്പം തന്നെ പുതിയ ന്യൂക്ലിയർ എൻവലപ്പ് ഇങ്ങനെ പതിയെ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ ഏരിയയിൽ പുതിയ ന്യൂക്ലിയർ എൻവലപ്പ് ബിഗിൻ ടു ഡെവലപ്പ്. ഓർ നഷ്ടപ്പെട്ടത് ഡിസപ്പിയർ ചെയ്തത് റീഅപ്പിയർ ചെയ്യുകയാണ്. ഇത് ഉണ്ടാവുന്നത് ഇപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നതെന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ആൻഡ് കണ്ടൻസ്ഡ് ക്രോമസോംസ് ബിഗിൻ ടു അൺവൈൻഡ്. ഇനിയിപ്പോൾ ക്രോമസോംസ് ഇങ്ങനെയുള്ളത് ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ പതിയെ 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 ഇങ്ങനെയായിരുന്നു ഇരുന്നത്, അത് അഴിഞ്ഞ് പതിയെ പതിയെ നമ്മുടെ പഴയ രൂപത്തിൽ ക്രോമാറ്റിനായിട്ട് മാറുകയായിരിക്കും ചെയ്യുക. ഇത്ര നേരം ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന സൈറ്റോപ്ലാസം നൗ ഇപ്പോൾ ചുരുങ്ങുകയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് സൈറ്റോകൈനസിസ് ആണ് ലാസ്റ്റ് സ്റ്റെപ്പ്. സോ സൈറ്റോകൈനസിസ് ആണ് ലാസ്റ്റ് സ്റ്റെപ്പ്. എന്താ സംഭവിക്കുക അവിടെ? ഈ സെല്ലിന്റെ അകത്തുള്ള മൈക്രോഫിലമെന്റ്സ് അല്ല, സെല്ലിനകത്ത് മൈക്രോഫിലമെന്റ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ആക്ടിൻ ആണ് മൈക്രോഫിലമെന്റ്. പിന്നെ നമുക്ക് മയോസിൻ അല്ലെ, ആക്ടിൻ മയോസിൻ, പ്രധാനമായിട്ട് ആക്ടിൻ ആണ്. ഈ ആക്ടിൻ ചുരുങ്ങാൻ തുടങ്ങുന്നു, നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുങ്ങിയ ഒരു ഫറോ ഫോർമേഷൻ. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫറോ ഫോർമേഷൻ ഉണ്ടാകുന്നു, നടുവിൽ വെച്ചിട്ട് ചുരുങ്ങുന്നു. സോ കൺട്രാക്ടൈൽ റിംഗ് ഓഫ് മൈക്രോഫിലമെന്റ്സ് എന്നാണ് നമ്മൾ പറയുക. കൺട്രാക്ടൈൽ റിംഗ് ഓഫ് മൈക്രോഫിലമെന്റ്സ് പ്രൊഡ്യൂസ് അറ്റ് ദ സെൽ സൈഡ്. സോ ഇവിടെ നിന്ന് ഒരെണ്ണം, ഇവിടുന്ന് ആക്ടിൻ ചുരുങ്ങുന്നു, ഇവിടുന്ന് ആക്ടിൻ ചുരുങ്ങുന്നു, രണ്ടും കൂടി ഇരുന്നു ഇതൊന്നും. സോ ഇപ്പോൾ പ്രോഫേസിൽ വെച്ച് തന്നെ നമ്മുടെ ഈ സംഭവങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ്. സോ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സെല്ലിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ന്യൂക്ലിയസ് മെംബ്രെയിൻ, ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്, അതിനകത്ത് ക്രോമാറ്റിഡ്സ് ഇങ്ങനെ ക്രോമസോംസ് അല്ലെങ്കിൽ ക്രോമാറ്റിനായിട്ട് മാറിയിട്ടുണ്ട്. സോ ഇപ്പോൾ സെൽ ഡിവിഷൻ ഈസ് കംപ്ലീറ്റ്. കാര്യങ്ങൾ കഴിഞ്ഞു, രണ്ട് വശത്തേക്ക് നീങ്ങി കഴിഞ്ഞു. സോ ഇതാണ് സെൽ സൈക്കിൾ എന്ന് പറയാം. സെൽ സൈക്കിൾ ഈസ് സെൽ ഡിവിഷൻ ഈസ് നൗ കംപ്ലീറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചെക്ക് ഓൺ സെൽ സൈക്കിൾ റെഗുലേഷൻ, റോൾ ഓഫ് സൈക്ലിൻ, CDKs ആൻഡ് അതർ പ്രോട്ടീൻസ്. സോ അതൊക്കെ നമുക്ക് പുറകെയുള്ള അടുത്ത വീഡിയോകളിലായിട്ട്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.